ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ എസ് ബി. മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിട്ടാണ്. സോ എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളാണ് സെറ്റ് ചെയ്ത് പഠിക്കാനുള്ളത് അല്ലേ. പബ്ലിക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്ന നക്ഷത്രഘടം ഏത്? ആൻഡ് വിച്ച് കോൺസ്റ്റലേഷൻ ഈസ് ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ വിത്തൗട്ട് ദ ടെലസ്കോപ്പ് എന്ന് ചോദിച്ചു. ഈ നക്ഷത്രഗണത്തിന്റെ പേരെന്ത്? കോൺസ്റ്റലേഷൻ നെയിം ചോദിച്ചു ആൻഡ് കോൺസ്റ്റലേഷൻ വരയ്ക്കാൻ പറഞ്ഞു. ഏതാണ് മക്കളെ ആൻസർ? സപ്തർഷികൾ എന്നാണ് പറയാ അല്ലേ. സപ്തർഷികൾ 7 എണ്ണം 1 2 3 4 5 6 7 കണ്ടോ, 7 നക്ഷത്ര ഗണങ്ങൾ ഒരു സ്പൂണിന്റെ ആകൃതിയിൽ. നോക്ക്, ഒരു തവി പോലെ നമുക്ക് കാണും. നമ്മൾ ഈ ചട്ടകൊക്കെ അങ്ങനെ മറിക്കൂലേ, ദോശയൊക്കെ മറിക്കുന്ന സാധനം പോലെ തോന്നും അല്ലേ. അപ്പൊ ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തെ വടക്കൻ ചക്രവാളത്തിൽ കാണുന്നതാണ്. ഇതാപ്പ ഏതാ മാസം? ഇതിപ്പോ മാർച്ച് അല്ലേ, ഏപ്രിൽ. നെക്സ്റ്റ് മന്ത് കാണാൻ പറ്റുന്ന പറയുന്നത് നിങ്ങൾ ആകാശത്ത് നിരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ 7 നക്ഷത്രങ്ങളെ കൂടി നിൽക്കാൻ പറ്റുന്ന ഇതിനെയാണ് സപ്തർഷികൾ എന്ന് വിളിക്കുന്നത്. ഇത് ഏകദേശം ഒരു സ്പൂണിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു എന്നും പറയുന്നതുകൊണ്ട് ബിഗ് ഡിപ്പർ എന്ന പേരും ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. ദ കോൺസ്റ്റലേഷൻ നോർത്തേൺ ഹൊറിസോണിൽ ക്ലിയർലി വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏപ്രിൽ മാസത്തിൽ. അപ്പൊ അടുത്ത മാസം ആലോചിച്ച് വെക്കുക. ആൻഡ് സപ്തർഷീസ് ആണ് ഇതിന്റെ പേര്. അപ്പോൾ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ ഇതിനെ ബിഗ് ഡിപ്പർ എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം ഒരു വലിയൊരു സ്പൂണ് പോലെ അവർക്ക് കാണാൻ തോന്നുന്നു, അതുകൊണ്ട് ഒരു സ്പൂൺ ആകൃതിയിലും അവർ പറയുന്നു. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ടർ പ്യൂരിഫിക്കേഷൻ ഓഫ് റിവർ വാട്ടർ ആർ ഗിവൺ, ഐഡന്റിഫൈ ദ സ്റ്റെപ്സ്. പുഴവെള്ള ശുദ്ധീകരണത്തിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് പറയാൻ വേണ്ടിയിട്ടും എല്ലാ ജീവജാലങ്ങൾക്കും ജലം ആവശ്യമാണെന്ന് നമ്മളോട് തെളിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് സിമ്പിളാ. എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ വലിയ മാലിന്യങ്ങളെ അരിച്ചെടുക്കുകയാണ് ഒന്നാമത്തെ പ്രോസസ്സ് അല്ലേ. നമുക്ക് വെള്ളം കിട്ടിയാൽ ആദ്യം ഒരു വൃത്തിയായിട്ടൊരു വെള്ളം കിട്ടി, തന്നല്ലാത്ത വെള്ളം കിട്ടിയാൽ വലിയ വലിയ പാർട്ടിക്കിൾസിനെ മാലിന്യങ്ങളെ റിമൂവ് ചെയ്യണം. രണ്ടാമത്തേത് എന്താ? മാലിന്യങ്ങൾ അവിടെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് താഴെ അടിഞ്ഞ് പോകണല്ലേ. വേണ്ടാത്ത സാധനം അടിയണം, അതിനു വേണ്ടി രണ്ടാമത്തെ സ്റ്റെപ്പ്. 3 പലതട്ടുള്ള അരിപ്പകൾ നമ്മൾ അരിച്ചിട്ടും തീരുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യാണ്. അരിപ്പ് ഉപയോഗിച്ച് അരിക്കുന്നു. അതിനുശേഷം കീടാണുക്കളെ നശിപ്പിക്കുന്നു. നമ്മുടെ ബോഡിക്ക് വേണോ? വേണ്ട. അത് കഴിഞ്ഞിട്ട് ടാങ്കറിൽ സംരക്ഷിച്ചിട്ടാണ് വീടുകളിലോട്ട് എത്തിക്കുന്നത്. ഇതാണ് എൻ്റെ സ്റ്റെപ്പ്. ഫിൽട്ടർ ഔട്ട് ദ ലാർജ് ഡെബ്രിസ്, അത് അടിയാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുന്നു. അലോ വേസ്റ്റ് സെറ്റ്. അതിനുശേഷം നമ്മൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നു ആൻഡ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നു. അത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ലാസ്റ്റാണ് വാട്ടറിലോട്ട്, ഹൗസുകളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദിച്ചതാ, നമുക്ക് എല്ലാവർക്കും വാട്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് കമ്പണന്റ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നു, എസെൻഷ്യൽ ആണെന്ന് പറയുന്നു. എങ്ങനെ തെളിയിക്കാം? നോക്കണം, നമുക്ക് കുടിക്കാൻ എന്തിനൊക്കെ ആവശ്യത്തിന് വേണം? കുടിക്കാനും കുളിക്കാനും എല്ലാ സാധനങ്ങൾക്കും അല്ലേ, പാത്രം കഴുകാനും ഒക്കെ വെള്ളം വേണമെന്ന് എഴുതി വെക്കാം. സസ്യങ്ങളുടെ കേസിലാണെങ്കിലോ അവർക്കും വേണം. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസിന് വേണം. നമുക്കറിയാം ജലം ആവശ്യമാണല്ലേ. അതുപോലെ ജലങ്ങൾ സസ്യങ്ങൾ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുന്നുണ്ട് നമ്മുടെ ആഹാരത്തിന്. അതേപോലെ ആഗിരണം ചെയ്യുന്ന ലവണങ്ങൾ ഇലകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, സസ്യത്തിൻ്റെ മെയിൻറ്റെയിൻ സ്ട്രക്ചറിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. സോ എല്ലാ ലിവിങ് ബീങ്സിനും വാട്ടർ ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചിത്രം നിരീക്ഷിച്ചു. ചിത്രത്തെ സൂചിപ്പിച്ചിട്ടുള്ള പ്രക്രിയ എന്ത്? ഈ പ്രക്രിയയുടെ പ്രാധാന്യം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഫോട്ടോസിന്തസിസ് ആണിതല്ലേ. എന്താണ് ആ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ? ഇലകളിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന, ചെടികൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം അല്ലേ. എന്താണ് നോക്കുക, അതിനകത്ത് എന്തൊക്കെയാ വേണ്ടത്? നമുക്കറിയാം സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റാണ്. സൺലൈറ്റ് വേണം. സൂര്യൻ ഉണ്ടെങ്കിലേ സൂര്യപ്രകാശം, പേര് തന്നെയുണ്ട് അല്ലേ. പ്രകാശ സംശ്ലേഷണം, പ്രകാശം വേണം, അത് വേണം. പിന്നെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വാട്ടറും മിനറൽസും വേണം. ജലവും ലവണങ്ങളും അവർക്ക് അബ്സോർബ് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ എവിടേക്ക് എത്തും? ഇലയുടെ ഭാഗത്തെത്തും. ഇലയുടെ അവിടെ പച്ച കളർ കൊടുക്കുന്ന ഹരിതകം എന്ന് പറയുന്ന ക്ലോറോഫിൽ ഉണ്ട് അല്ലേ, ഹരിതകം. ആ ആളും വേണേ. ആ ആളുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. ആൻഡ് അതുപോലെ വേറൊരാളും കൂടെ വേണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ചുറ്റും അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇവര് വലിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇലകളിൽ വെച്ചിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പുറത്തെടുക്കുന്ന ഫുഡിന് ശേഷം അതിൻ്റെ ഒപ്പം വരുന്നൊരു വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. സോ ഇലകളിലെ ചെറിയ സുഷിരങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇലകളെ വെച്ച് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. ഇതാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അതിന് ഹരിതകം വേണം, സൂര്യപ്രകാശം വേണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ഫുഡിൻ്റെ പേരാണ് ഗ്ലൂക്കോസ്. അതിനോടൊപ്പം ഓക്സിജനും പുറത്തു വിടുന്നു. അങ്ങനെയാണ് മക്കളെ നമ്മുടെ എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ സൺലൈറ്റ് ഇസ് എസെൻഷ്യൽ, കാർബൺ ഡൈ ഓക്സൈഡ് is essential,
ക്ലോറോഫിൽ ഈസ് എസെൻഷ്യൽ, വാട്ടർ ആൻഡ് മിനറൽസ് എസെൻഷ്യൽ ആണ്. എല്ലാം കഴിഞ്ഞ് ലീഫിൽ വെച്ച് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം അവർ പുറത്ത് വിടുന്നതാണ് ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസ് പൊടി. ഗ്ലൂക്കോസ് പൊടി എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് പൊടി അല്ല കേട്ടോ, ഗ്ലൂക്കോസും അവർ എന്ത് ചെയ്യുന്നു, ഫുഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാലോ. ദേ പിടിച്ചോ, താഴെ കൊടുത്തവയെ ജീവനുള്ളവ ജീവനില്ലാത്തവ എന്നിങ്ങനെ തരം തിരിക്കാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ചിത്രം നിരീക്ഷിച്ച് 3 ആഹാര ശൃംഖല എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് ചോദിച്ചു. ആൻഡ് 3 ഫുഡ് ചെയിൻസ് ഉണ്ടാക്കാനും പറഞ്ഞു. എടാ, എന്താ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സാ? ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ ജീവനുള്ളവ അല്ലേ? ഇപ്പം ഞാൻ ജീവനുള്ള ഒരാളാണ് അല്ലേ? മീന്, പക്ഷികള്, മൃഗങ്ങള് എല്ലാം എന്താണ്, നമുക്ക് ലിവിങ് തിങ്സ് ആണെന്ന് പറയാൻ പറ്റും. ആൻഡും ഫിഷും ടോർട്ടോയ്സും ഡക്കും ഒക്കെ എന്താണ്, ലിവിങ് തിങ്സ്, ജീവനുള്ളവ. എന്നാൽ ജീവനില്ലാത്തത് ഏതൊക്കെയാ? മണ്ണ്, സോയിലിനില്ല, സൺലൈറ്റിനില്ല, വാട്ടറിനില്ല, ഇവരൊക്കെ എന്താണ്, ജീവനില്ലാത്ത ആളുകളാണ്. അപ്പൊ ഇവനാണ് നോൺ ലിവിങ് തിങ്സ് എന്നും ആലോചിച്ച് വെക്കാം. സിമ്പിൾ ആണല്ലോ, എല്ലാം എഴുതി വയ്ക്കാം. വായു, മണ്ണ്, ജലം, കല്ലൊക്കെ ജീവനില്ലാത്തവ, ജീവനുള്ളവ ഇതൊക്കെ. അത്രയും കേസ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അതൊന്നൊരു 4 ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിരുന്നല്ലേ. ഫുഡ് ചെയിൻ ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏതും ഉണ്ടാക്കാം കേട്ടോ. അതോ നോക്കുക, പുല്ല് തിന്നുന്ന പുൽച്ചാടി, പുൽച്ചാടി തിന്നുന്ന പക്ഷിയെ തിന്നുന്ന കുറുക്കനെ തിന്നുന്ന കഴുകൻ, ഇങ്ങനെ എഴുതി വെക്കാം. അതുപോലെ പുല്ല്, മാന്, കടുവ എന്ന് എഴുതി വെക്കാം. അങ്ങനെ ഏത് വേണേലും നിങ്ങൾക്ക് ആഹാര ശൃംഖലയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കിനി എന്ത് ചെയ്യാം, വരുന്ന മാരത്തോണിലും കാലിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എൻ്റെ മക്കൾ എല്ലാവരും ലൈവൊക്കെ മറക്കാണ്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലെ ലൈവുകളൊക്കെ കാണാം കേട്ടോ. സോ നെക്സ്റ്റ് ലൈവിൽ കാണാം, നെക്സ്റ്റ് വീഡിയോസിലും കാണാം. അതുവരേക്കും ബൈ ബൈ സ്റ്റുഡിയോസ്.